നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി വികസന കുതിപ്പിൽ കാത്ത് ലാബിലേക്കുള്ള TMT മെഷീൻ പ്രവർത്തന സജ്ജം. അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ആരോഗ്യമേഖലയെ കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. പുതുപ്പള്ളിയിൽ വികസന മുരടിപ്പെന്ന് BJP. ചാണ്ടിയുമ്മൻ MLAയുടെ ഓഫീസിലേക്ക് BJPയുടെ മാർച്ച്. പ്രവർത്തകർക്കിടയിലേക്ക് എത്തിയ MLAക്കെതിരെ ഗോബാക്ക് വിളികൾ. കോട്ടയത്തെ വ്യാവസായിക ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി P. രാജീവ്. വെള്ളൂരിലെ കേരള റബ്ബർ ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. പാലാ വള്ളിച്ചിറ മണലേൽ പാലത്തിൽ നിന്നും കാർ തോട്ടിൽ വീണു. കാർ യാത്രക്കാർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയത് അപകട കാരണം. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയെ കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ MCHന്റെ നിർമ്മാണ ഉദ്ഘാടനവും TMT മെഷീന്റെ പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലയിലുള്ള ജനങ്ങളുടെ ആരോഗ്യരംഗത്തെ പ്രധാന ആശ്രയമാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ആശുപത്രിയുടെ വികസന ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവലാവുകയാണ് അമ്മയും കുഞ്ഞും ബ്ലോക്കും കാത്ത് ലാബിലെ TMT മെഷീനും. 6.16 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനവും TMT മെഷീനിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. ആശുപത്രി അങ്കണത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമേഖല കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. പൊതുമേഖലയെ കൂടുതൽ സൗകര്യങ്ങളോടെ നിലനിർത്തുന്നതിനായി ജനങ്ങളുടെ സഹകരണം വളരെ ആവശ്യമാണെന്നും ഡോക്ടർ എൻ ജയരാജ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നമ്മുടെ ആരോഗ്യ മേഖലയെ കോർപ്പറേറ്റുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ വൻകിട ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രികൾ ഇന്ന് കോർപ്പറേറ്റുകളുടെ കൈവശത്തിലേക്ക് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച് അത് അവരുടെ കൈവശത്തേക്ക് എത്തുകയാണ്. മാധ്യമരംഗത്തൊരു കാലത്ത് കോർപ്പറേറ്റ് വൽക്കരണം ഉണ്ടായതുപോലെ തന്നെ നമ്മളിത് വെറുതെ പറയുന്നൊരു കാര്യമില്ല, കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. അപകടം പതിയിരിക്കുന്നത് അവിടെയാണ്. വാടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ അധ്യക്ഷയായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, വാടൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലക്സ് ടോം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജേക്കബ് മാത്യു, മിനി സേതുനാഥ്, ഉഷ കുമാരി, ജയശ്രീ വിജയകുമാർ, ചിറക്കടവ് പഞ്ചായത്ത് അംഗം സുബിത ബിനോയ്, VG ലാൽ, VP റെജി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു, ഡോക്ടർ ബിജുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ ഗ്രാമീണ മേഖലയിലെ ജനറൽ ആശുപത്രികളിൽ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ മാത്രമാണ് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള കാത്ത് ലാബ് പ്രവർത്തിക്കുന്നത്. കാത്ത് ലാബ്, ലൂമിനാർ ഓപ്പറേഷൻ തിയേറ്റർ, ഐസൊലേഷൻ വാർഡ് അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. TMT മെഷീൻ പ്രവർത്തന സജ്ജമായതോടെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ സൗജന്യ നിരക്കിൽ ഹൃദയ പരിശോധന നടത്താൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളിയിൽ വികസന മുരടിപ്പെന്ന് ആരോപിച്ച് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാണ്ടിയുമ്മൻ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരത്തിന്റെ സമാപന സമയത്ത് ചാണ്ടിയുമ്മൻ MLA പ്രവർത്തകർക്കിടയിലേക്ക് എത്തിയതിൽ BJP പ്രതിഷേധിച്ചു. MLAക്കെതിരെ ഗോബാക്ക് വിളികൾ ഉയർന്നു. BJP പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാണ്ടിയുമ്മൻ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതുപ്പള്ളിയെ വികസന മുരടിപ്പിന്റെ ശവപ്പറമ്പാക്കി മാറ്റി എന്ന് ആരോപിച്ചായിരുന്നു MLA ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. മാർച്ച് BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി ഉദ്ഘാടനം ചെയ്തു. വെട്ടത്ത് കവലയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. അയർക്കുന്നം മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ, K. ഹരികൃഷ്ണൻ, വർഗീസ് താഴത്ത്, അജിൻ വർഗീസ് തുടങ്ങിയവർ മാർച്ചിൽ നേതൃത്വം നൽകി. മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ പ്രവർത്തകരോട് കുശലം അന്വേഷിക്കാൻ എത്തിയ MLA ചാണ്ടിയുമ്മനെ പ്രവർത്തകർ കൂകി വിളിച്ച് പറഞ്ഞുവിട്ടു. വികസന മുരടിപ്പിനെ മറച്ചുവെക്കാൻ വേണ്ടിയാണ് MLA ഇപ്പോൾ നാടകം കളിച്ചതെന്ന് N. ഹരി പറഞ്ഞു. സമരം എന്ന് പറയുന്നത് പുതുപ്പള്ളിയുടെ വികസന മുരടിപ്പ് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ MLA നടത്തിയിട്ടുള്ള ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 40 വർഷത്തിന് മുമ്പിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള കുടിവെള്ളമില്ല, ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, റോഡില്ല. ഈ വിഷയങ്ങൾ പൊതു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തുമെന്ന് എല്ലാവരേക്കാൾ ഉപരി കോൺഗ്രസിനും LDFനും അറിയാം. ഇപ്പോൾ പുതിയ ഒരു BJP ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് ഈ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ബോധപൂർവം MLA നടത്തിയ ഒരു നാടകമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റ് നടന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അപ്പർ പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളെ കൂടുതൽ ക്രിയാത്മകമാക്കുന്നതിനുള്ള പഠനാന്തരീക്ഷം ഒരുക്കുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് ജില്ലയിലെ 22 ഗവൺമെന്റ് UP സ്കൂളുകളിൽ ഇതിന്റെ ഭാഗമായുള്ള പരിപാടികൾ നടന്നുവരുന്നു. ക്രിയേറ്റീവ് കോർണറുകളിൽ കഴിഞ്ഞ ഒരു വർഷമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പഠന ഉൽപ്പന്നങ്ങൾ, ആർജിച്ച അറിവുകൾ, നൈപുണികൾ എന്നിവയെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്രിയേറ്റീവ് കോർണർ ഫെസ്റ്റ് നടത്തുകയാണ്. പുതുപ്പള്ളി സെന്റ് ജോർജ് GVHSSൽ നടന്ന ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിൽ അധ്യക്ഷനായി. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീജ S, ജില്ലാ പഞ്ചായത്ത് അംഗം CG മാത്യു, അന്നമ്മ എബ്രഹാം, ധന്യ P വാസു തുടങ്ങിയവർ പങ്കെടുത്തു. 22 സ്കൂളുകൾ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും അക്കാദമിക പ്രവർത്തനങ്ങളുമായി പങ്കെടുത്തു. വിവിധ തരം അച്ചാറുകൾ, പേപ്പർ ഫ്ലവറുകൾ, വെജിറ്റബിൾ സലാഡുകൾ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, സ്റ്റാറുകൾ, കാരറ്റ്, ബീറ്റ്റൂട്ട് പുട്ടുകൾ, ബോട്ടിൽ ആർട്ട് ഇവയെല്ലാം ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചു. പനമറ്റം ഗവൺമെന്റ് സ്കൂൾ, ആനിക്കാട് ഗവൺമെന്റ് സ്കൂൾ എന്നിവരുടെ സ്റ്റോളുകൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ആനിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ കൃഷി ചെയ്ത പച്ചക്കറികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും വളങ്ങളും പ്രദർശിപ്പിച്ചു. ഞങ്ങൾ സ്കൂളിൽ കൃഷി നടത്തുന്നുണ്ട്, വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വളങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പിന്നെ സ്കൂളിൽ കൃഷി നടത്തുന്ന കൂടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്കൂളിൽ പച്ചക്കറികളെല്ലാം തന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, വഴുതനങ്ങയുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പുരയിലേക്ക് ഉള്ള എല്ലാം ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളൂരിലെ കേരള റബ്ബർ ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് വ്യവസായ മന്ത്രി P രാജീവ് നാടിന് സമർപ്പിച്ചു. കോട്ടയത്തെ വ്യാവസായിക ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വെള്ളൂരിൽ ആരംഭിക്കുന്ന കേരള റബ്ബർ ലിമിറ്റഡിന്റെ ഭരണവിഭാഗം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനു പുറത്ത് പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് പറഞ്ഞു. വ്യവസായ രംഗത്ത് വളരെ സാധ്യതകളുള്ള കോട്ടയത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാനമായും കോട്ടയം ജില്ലയിലെ റബ്ബർ കർഷകർക്കുള്ള വരുമാനം വർദ്ധിക്കുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യമായി കണക്കാക്കിയത്. അതിനെന്ത് ചെയ്യാൻ കഴിയും? അതിലിപ്പോ ഒരു ഘട്ടത്തിൽ ഇവിടെ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, 2011 തോന്നുന്നു. തിരഞ്ഞെടുത്ത 6 നിക്ഷേപകർക്ക് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സമ്മതപത്രം മന്ത്രി കൈമാറി. സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. റബ്ബർ കർഷകരെ സഹായിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ KRL പോലുള്ള ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ രൂപത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു 3000 പേർക്ക് നേരിട്ടും 5000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കാവുന്ന രൂപത്തിലേക്കുള്ള റബ്ബർനിഷ്ഠ വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമായി കേരളം മാറുകയാണ്. ഇങ്ങോട്ട് കടന്നു വരുന്നവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടാവുന്നു. വിഴിഞ്ഞം അതിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് വരികയാണ് വലിയ രൂപത്തിൽ. അപ്പോൾ ആ കാര്യത്തിൽ കോട്ടയത്ത് നിന്ന് തന്നെ നമുക്ക് എക്സ്പോർട്ട് പ്രോഡക്റ്റുകൾ കയറ്റിയിരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുതിയ സാധ്യതകൾ കൂടി കടന്നു വരികയാണ്. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, MLA-മാരായ CK ആശ, മോൻസ് ജോസഫ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുകിട ഇടത്തരം സംരംഭകർക്കായി എല്ലാ സൗകര്യങ്ങളോടും കൂടി 157.04 ഏക്കർ ഭൂമിയിൽ 390 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രകൃതിദത്ത റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളും അനുബന്ധ യൂണിറ്റുകളും ആരംഭിക്കുന്നതിന് 100 ഏക്കർ ഭൂമിയാണ് സജ്ജീകരിച്ചത്. 20,176 ചതുരശ്ര അടിയിൽ 10 കോടി രൂപ ചെലവഴിച്ചാണ് ഭരണവിഭാഗം ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വ്യവസായ സംരംഭകരുടെ ഉപയോഗത്തിനായി 900 ചതുരശ്ര അടി വീതം വരുന്ന 2 വലിയ വർക്ക് സ്റ്റേഷനുകൾ ഇവയിൽ ഉൾപ്പെടുന്നു. 100 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന കോൺഫറൻസ് റൂം, ലൈബ്രറി, ഡൈനിങ് സൗകര്യം എന്നിവയും ഉണ്ട്. 110 kV സബ്സ്റ്റേഷൻ, വെയർഹൌസ്, സെൻട്രൽ ടൂൾ റൂം, സെൻട്രൽ മിക്സിംഗ് പ്ലാന്റ്, ലാറ്റക്സ് കമ്പൗണ്ടിംഗ് ആൻഡ് പ്രീ വൾക്കനൈസേഷൻ സൗകര്യങ്ങൾ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മലിനജല ശുദ്ധീകരണ പ്ലാന്റ് എന്നിവയും കോംപ്ലക്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല വള്ളിച്ചിറ മണലേൽ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിൽ വീണു. പരിക്കേറ്റ കാർ യാത്രക്കാരെ പരിക്കുകളോടെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
നിയന്ത്രണം വിട്ട കാർ റോഡിനോട് ചേർന്നുള്ള തോട്ടിൽ വീണ അപകടം. പാല വൈക്കം റോഡിൽ വള്ളിച്ചിറ മണലേൽ പാലത്തിന് സമീപം രാവിലെ 5:30 അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാർ സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന വാഗണർ കാറാണ് തോട്ടിലേക്ക് മറിഞ്ഞത്. കാർ യാത്രികരെ പരിക്കുകളോടെ പാല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന സമയത്ത് ഇതുവഴി കടന്നുപോകുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ഈ ഭാഗത്ത് തോടിനോട് ചേർന്ന് റോഡിൽ സംരക്ഷണ വേലികൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പാല. വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിനായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിനും കൂരോപ്പട പഞ്ചായത്തിന്റെ ആദരം. ശുചിത്വ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ES വിനോദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിനായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിനും കൂരോപ്പട ഗ്രാമപഞ്ചായത്തിന്റെ ആദരം. കൂരോപ്പട പഞ്ചായത്ത് ഹാളിൽ നടന്ന ശുചിത്വ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ES വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് അധ്യക്ഷയായി. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കോത്തല ഹൈസ്കൂളിന് ട്രോഫി സമ്മാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ചെറിയാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിലീപ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസമ്മ മാത്യു, CDS ചെയർപേഴ്സൺ അന്നമ്മ ഉലഹനാൻ, പഞ്ചായത്ത് VO രാജേഷ്, HI മഞ്ജു, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ പങ്കെടുത്തു. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ ചെയ്ത വിവിധ ആക്ടിവിറ്റികളുടെ പ്രദർശനവും അവതരണവും നടന്നു. സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കുട്ടികളിൽ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും വളർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും 50 കുട്ടികൾക്ക് വീതവും, മുനിസിപ്പാലിറ്റികളിൽ 75 കുട്ടികൾക്ക് വീതവും, കോർപ്പറേഷനുകളിൽ 100 കുട്ടികൾക്ക് വീതവുമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഇവർ കേരളത്തിന്റെ ശുചിത്വ അംബാസിഡർമാരാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം പള്ളത്ത് നയന മനോഹര കാഴ്ചയായി മുന്തിരിത്തോട്ടം. പള്ളം സ്വദേശികളായ സഹോദരന്മാരാണ് ഈ മുന്തിരിത്തോട്ടത്തിന് പിന്നിൽ. തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന മുന്തിരിത്തോട്ടത്തിന്റെ നയന മനോഹര കാഴ്ച ഇനി കോട്ടയം പള്ളത്തും. പള്ളം സ്വദേശികളായ സഹോദരന്മാർ ശ്രീകുമാറും ശ്രീപ്രകാശുമാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമകൾ. ഇവരുടെ സ്വന്തം പുരയിടത്തിൽ 7.5 സെന്റ് സ്ഥലത്താണ് മുന്തിരി കൃഷി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീനിയർ മാനേജറായി വിരമിച്ചയാളാണ് ശ്രീകുമാർ. തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ച വേളയിലാണ് നാട്ടിലും കൃഷി തുടങ്ങിയാലോ എന്ന ആലോചന വന്നത്. അനുജൻ ശ്രീപ്രകാശിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചതോടെ ഇവർ മുന്തിരി കൃഷി തുടങ്ങി. പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിലെ നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങി നട്ടു. ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. വളരെയേറെ ശ്രദ്ധയോടെ വേണം ഇവ പരിപാലിക്കാനെന്ന് ശ്രീകുമാറും ശ്രീപ്രകാശും പറയുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് തീക്കട്ട പോലെ എരിയുന്ന വെയിൽ വേണം. മുകൾ ഭാഗത്ത് നല്ല വെയിൽ, ഇല ഭാഗത്ത് നല്ല വെയിലും വേണം. താഴെ കുഴിച്ചു വയ്ക്കുമ്പോൾ ഇത് പടർപ്പൻ പുല്ല് വേരോടുന്നത് പോലെയാണ് വേരുകൾ പോകുന്നത്, അല്ലാതെ ആഴത്തിലേക്ക് വേരുകൾ പോകുന്നില്ല. അപ്പൊ മുകൾ ഭാഗത്ത് എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐസ് കട്ടയൊക്കെ ഇടാറുണ്ടോ. ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. വളമായിട്ട്, അടിസ്ഥാന വളമായിട്ട് ജൈവവളങ്ങൾ മാത്രമേ ഇട്ടുള്ള, കെമിക്കൽ തൊട്ടിട്ടില്ല ഇതില്. ജൈവവളങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ ഇറച്ചി കഴിയ വെള്ളവും മീൻ ചിക്കനും മീനും. പക്ഷെ ഞങ്ങൾക്ക് അത് അധികം കിട്ടിയിട്ടില്ല. വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. 2025 മാർച്ച് മാസത്തിലാണ് തൈകൾ നട്ടത്. കൃത്യമായ പരിചരണത്തിലൂടെ 8-ാം മാസം തൈകൾ പൂത്തു. 4 മാസം വേണം വിളവാകാൻ. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വിളവെടുക്കാൻ കഴിയും. മുന്തിരി കൃഷി വിജയമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീകുമാറും ശ്രീപ്രകാശും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല സെന്റ് മേരീസ് LP സ്കൂൾ നവതി നിറവിൽ. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് മാർച്ച് 18-ന് സമാപനമാകും. കേരളത്തിലെ മികച്ച LP സ്കൂളിലുള്ള KCBC പുരസ്കാരം കരസ്ഥമാക്കിയ പാല സെന്റ് മേരീസ് LP സ്കൂൾ നവതിയുടെ നിറവിൽ. 1936 സ്കൂൾ സ്ഥാപിച്ചത്. രാഷ്ട്രീയ വിദ്യാഭ്യാസ, സിവിൽ സർവീസ്, കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം 2026 മാർച്ച് 18 ബുധനാഴ്ച സമാപിക്കും. മാർച്ച് 1-ന് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാല MLA-യുമായ മാണി കാപ്പൻ MLA അധ്യക്ഷത വഹിക്കുന്ന യോഗം രാജ്യസഭാ MP ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മിയ ജോർജ് വിശിഷ്ട അതിഥിയാവും. ഈ വരുന്ന മാർച്ച് 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലാലം പഴയപള്ളിയുടെ പാരിഷ് ഹാളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സമ്മേളനം സംഘടിപ്പിക്കുക. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഏകദേശം 650ഓളം പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഈ സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സമ്മേളനം നടക്കുന്നത്. അന്നേ ദിവസം 75ഓളം പൂർവ്വ അധ്യാപകർ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പോയ, റിട്ടയറായ അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയ അധ്യാപകരെ മുഴുവൻ ആദരിക്കുന്നു. മൊമെൻറ്റോയും ഷാളും നൽകി ആദരിക്കുന്നുണ്ട്. ഈ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാലായുടെ MLA-യും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മാണി സി കാപ്പൻ ആണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രാജ്യസഭാ MP ശ്രീ ജോസ് കെ മാണി MP ആണ്. നവതിയുടെ സമാപനം മാർച്ച് 18 രാവിലെ 10:30 നടക്കും. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി, അധ്യാപകരായ ബിൻസി സെബാസ്റ്റ്യൻ, ലിജോ മാത്യു, ലിജോ ആനിത്തോട്ടം, PTA പ്രസിഡന്റ് ജോഷിവ ജെയിംസ്, സൗമ്യ ജെയിംസ്, മഞ്ജുഷ ടോണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി വികസന കുതിപ്പിൽ കാത്ത് ലാബിലേക്കുള്ള TMT മെഷീൻ പ്രവർത്തന സജ്ജം. അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ആരോഗ്യമേഖലയെ കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. പുതുപ്പള്ളിയിൽ വികസന മുരടിപ്പെന്ന് BJP. ചാണ്ടി ഉമ്മൻ MLA-യുടെ ഓഫീസിലേക്ക് BJP-യുടെ മാർച്ച്. പ്രവർത്തകർക്കിടയിലേക്ക് എത്തിയ MLA-ക്കെതിരെ ഗോബാക്ക് വിളികൾ. കോട്ടയത്തെ വ്യാവസായിക ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി P. രാജീവ്. വെള്ളൂരിലെ കേരള റബ്ബർ ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. പാലാ വള്ളിച്ചിറ മണലേൽ പാലത്തിൽ നിന്നും കാർ തോട്ടിൽ വീണു. കാർ യാത്രക്കാർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയത് അപകട കാരണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.